റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോഴൊന്നും തീരില്ല എന്നാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയും കംപ്ലീറ്റ് ഫ്ലോപ്പ് ആയതായിട്ടാണ് കേൾക്കുന്നത്. എന്താണ് ഇത്, ഇനി ഉടനെ ഒന്നും തീരാനുള്ള സാധ്യതയില്ലേ? ഒരു സാധ്യതയും കാണുന്നില്ല വിജയ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സാധാരണ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ഷോർട്ട് പീരീഡിലായിരിക്കും, കുറച്ച് നാളത്തേക്കായിരിക്കും. പക്ഷേ ഈ യുദ്ധം എന്ന് നോക്കിയേ 3 വർഷത്തിലേറെയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുപക്ഷത്തുമായി 1,00,000-ലേറെ പേർ ഓരോ പക്ഷത്തും മരിച്ചിട്ടുണ്ട്. റഷ്യയുടെ സൈഡിൽ 1,00,000-ഓളം പേർ മരിച്ചിട്ടുണ്ട്. ഇപ്പുറത്തും അതുപോലെ തന്നെ ഏതാണ്ട് 1,00,000 പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ജനസംഖ്യയെ ബാധിക്കുന്നുണ്ട്, ഡെമോഗ്രഫിയെ ബാധിക്കുന്നുണ്ട്, അവരുടെ സമ്പത്തിനെ ബാധിക്കുന്നുണ്ട്. യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം ഇനി തിരിച്ചുവരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതികഠിനമാണ്. ഏതാണ്ട് 10-15 വർഷം എടുക്കും ഈ തകർന്നു കിടക്കുന്ന നഗരങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ടെന്നുള്ള. ബിൽഡിങ്ങുകളെല്ലാം തകർന്നു, കേടുപാട് സംഭവിക്കാത്ത ഒരു ബിൽഡിംഗ് പോലും ഉക്രൈനിലില്ല എന്ന് പറയേണ്ടി വരും. ആ നിലയ്ക്കാണ് ഉക്രൈൻ തകർന്നിരിക്കുന്നത്. അത്രയ്ക്ക് ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എല്ലാത്തിനും ക്ഷതമുണ്ട്, എല്ലാ ബിൽഡിങ്ങുകളും കേടുപാട് വന്നിട്ടുണ്ട്. തകരാനുള്ള മട്ടിലേക്കാണ് എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഉക്രൈന് റഷ്യയും തമ്മിലുള്ള ഒരു വെടിനിർത്തലിന് ചർച്ച നടന്നത് തുർക്കിയിൽ വെച്ചിട്ടാണ്. കാരണം ഒരു മീഡിയേഷൻ രാജ്യം എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ തുർക്കിയിൽ വെച്ച് നടന്ന ചർച്ചയും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 1200-ലേറെ യുദ്ധത്തടവുകാർ രണ്ടുപേരുടെയും കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ കൈമാറ്റത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഈ ബുധനാഴ്ച നടന്ന യോഗത്തിൽ പ്രധാനമായും തടവുകാരെ കൈമാറുന്നതിനെ കുറിച്ചായിരുന്നു ചർച്ച എന്നുള്ളതാണ്. ഈ രാജ്യങ്ങളും ചർച്ച ചെയ്തത് 40 മിനിറ്റ് മാത്രമായിരുന്നു ചർച്ചയെന്നും ശത്രുത അവസാനിപ്പിക്കുന്നതിൽ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും ഈ തടവുകാരെന്ന് പറയുന്നത് ഉക്രൈൻ്റെ പ്രതിനിധി റസ്റ്റം ഉമറോവ് പറഞ്ഞു. തടവുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രാജ്യത്തിൻ്റെ സൈനികരാണ്. അങ്ങോട്ട് ഈ യുദ്ധ തടവുകാരായിട്ട് പിടിക്കുമല്ലോ, അവരാണ്. ഓഗസ്റ്റ് അവസാനത്തോടെ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്താനും ഉക്രൈൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യം റഷ്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. കരാറിൽ എത്തുക എന്നതാണ് പ്രധാനമെന്ന് റഷ്യയുടെ പ്രതിനിധി മെഡിൻസ്കി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 50 ദിവസത്തിനുള്ളിൽ ഒരു സമാധാന കരാറിലെത്തിയില്ലെങ്കിൽ റഷ്യയ്ക്കും അവരുടെ ഉൽപ്പന്നങ്ങൾക്കും ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കും മേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നത്. ട്രംപിൻ്റെ ഭീഷണിക്ക് പിന്നാലെ തുർക്കിയിൽ വെച്ചാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ചർച്ച നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ, റഷ്യ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ. അപ്പോൾ ഈ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നവർക്ക് 500% തീരുവ ഏർപ്പെടുത്തുമെന്നൊക്കെ അവരുടെ ഒരു അമേരിക്കൻ സെനറ്ററിൻ്റെ ഒരു ഭീഷണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്ര വലിയ രീതിയിലേക്ക് ഈ എസ്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ നടുവിൽ ലോകരാജ്യങ്ങളാകെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ യൂറോപ്യൻ ഉപരോധങ്ങൾ വർദ്ധിപ്പിക്കാനും യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട്. യൂറോപ്പിൻ്റെ ഭാഗമായിട്ട് റഷ്യയ്ക്ക് മേലെ വലിയ ഉപരോധങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ഉപരോധങ്ങൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് റഷ്യ ഇരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന യുദ്ധം ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റൊരു തരത്തിലുള്ള യുദ്ധം യൂറോപ്പിലാകെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് യുക്രൈൻ്റെ ആക്രമണം തുടർന്ന് റഷ്യക്കെതിരെ പുതിയ സാമ്പത്തിക ഉപരോധങ്ങളാണ് EU കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഉപരോധങ്ങൾക്കാണ് റഷ്യ തിരിച്ചടി കൊടുത്തിരിക്കുന്നത്. റഷ്യയിൽ വിലക്കുള്ള യൂറോപ്യൻ സ്ഥാപനങ്ങൾ, EU അംഗരാജ്യങ്ങൾ, ബ്രസൽസിൻ്റെ റഷ്യൻ വിരുദ്ധ നയം പിന്തുടരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടിക ഇപ്പോൾ റഷ്യ പുറത്തിറക്കിയിരിക്കുകയാണ്. ഇതിൽ അവർക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുക. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഒരു വശത്ത് റഷ്യയ്ക്ക് മേൽ പല വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ യൂറോപ്യൻ യൂണിയൻ ചെയ്യുമ്പോൾ മറ്റൊരു വശത്ത് റഷ്യ ഇവരുടെ ഈ ഉദ്യോഗസ്ഥർക്ക് പല ഉൽപ്പന്നങ്ങൾക്ക് ഒക്കെ വിലക്ക് ഏർപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന എനർജി ക്രൈസിസ് വളരെയേറെ യൂറോപ്യൻ യൂണിയനെ ബാധിക്കുന്നുണ്ട്. ആ എനർജി ക്രൈസിസിലും റഷ്യയ്ക്ക് പങ്കുണ്ട്. കാരണം റഷ്യയിൽ നിന്നുള്ള ഊർജത്തിൻ്റെ ഒരു വലിയ അളവ് ഈ മോസ്കോയിൽ നിന്ന് എത്തുന്ന ഊർജ്ജം കൊണ്ടാണ് ഏതാണ്ട് യൂറോപ്യൻ യൂണിയൻ പ്രവർത്തിക്കുന്നത്. അതൊരു വലിയ പ്രതിസന്ധി വന്നിട്ടുണ്ട്. കാരണം ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് റഷ്യ എന്നുള്ള. യൂറോപ്പിലാകെ ജർമ്മനിയിലേക്ക് ഒരു പൈപ്പ് ലൈൻ ഉണ്ട്, ഗ്യാസ് പൈപ്പ് ലൈൻ. ആ പൈപ്പ് ലൈനൊക്കെ ബ്രേക്കായി. ആ ബ്രേക്കായി പൈപ്പ് ലൈൻ നന്നാക്കാനായിട്ടുള്ള റഷ്യയുടെ ശ്രമങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ തടയിടുന്നുണ്ട്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് നൽകാവുന്ന പരമാവധി വില ബാരലിന് $47.6 കുറച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ. ആദ്യം അത് 80 ആയിരുന്നു. യൂറോപ്യൻ യൂണിയൻ അതിനെ കുറച്ച് 60 അതിൽ കൂടുതൽ വില നൽകി വാങ്ങാൻ പാടില്ലെന്നാണ് ഭീഷണി. പക്ഷേ ഇന്ത്യയും ചൈനയും ബ്രസീലും ഒന്നും തന്നെ ഈ ഭീഷണികൾക്കൊന്നും അങ്ങനെ വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. 2022 G7 ഉപരോധ പ്രകാരം ബാരലിന് $60 പരമാവധി വില. പിന്നെ ഇങ്ങനെ അതിന് ശേഷമാണ് കുറച്ചിരിക്കുന്നത്. റഷ്യയുടെ ഇന്ധന ഊർജ്ജ വ്യവസായത്തെയും ധനകാര്യ സംവിധാനത്തെയും ഞെരുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ
ഇതിനകത്തുണ്ടാകുന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങളുണ്ട്. അത് യൂറോപ്യൻ യൂണിയന് തന്നെ, യൂറോപ്യൻ യൂണിയൻ ഉപരോധങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ യൂറോപ്യൻ യൂണിയന് തന്നെ തിരിച്ചടിയാവുന്ന ചില പ്രശ്നങ്ങളുമുണ്ട്. ഒന്നാമത്തെ കാര്യം ഊർജ്ജ പ്രശ്നമാണെങ്കിൽ, രണ്ടാമത്തെ കാര്യം വ്യാപാര പ്രശ്നമാണ്. അതായത് റഷ്യയിൽ നിന്നടക്കം എത്തുന്ന ഉൽപ്പന്നങ്ങൾ യൂറോപ്പിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവിടേക്ക് എത്തുന്ന നമുക്കറിയാമല്ലോ, ചെറിയ ചില രാജ്യങ്ങളുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾ, മറ്റേ ഈ പറയുന്ന ചെറിയ രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ യൂറോപ്പിൽ നിന്ന് പ്രധാനപ്പെട്ട ഈ ഉൽപ്പന്നങ്ങളെല്ലാം എത്തുന്നത് റഷ്യയിൽ നിന്നാണ്. അപ്പോൾ ഈ റഷ്യൻ പ്രോഡക്റ്റുകൾ കൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ വലിയ തോതിൽ ലിത്വാനിയ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ ഈ ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് എത്തിയില്ലെങ്കിൽ വലിയ വിലക്കയറ്റം നേടേണ്ടി വരും. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ അത്യാവശ്യം വിലക്കയറ്റത്തിൻ്റെ ഒരു ഘട്ടവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഇവരെ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ അളവിൽ കുറവ് വരുത്താൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഇത്തരം ഭീഷണികളൊന്നും ഇങ്ങോട്ട് വേണ്ട, ആ ഭീഷണികൾക്കൊന്നും വഴങ്ങാൻ തീരെ താല്പര്യമില്ല എന്നുള്ളത് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം വിശദാംശങ്ങളും കൂടെ വരും ദിവസങ്ങളിൽ വരും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാനാകും ഈ പറയുന്ന ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് അല്ലെങ്കിൽ അമേരിക്കയായിട്ടൊക്കെ ഒരു ഫ്രിക്ഷനിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അധികം കാലം എന്തായാലും ഈ പറയുന്ന ഭീഷണികളുടെ അന്തരീക്ഷം തുടർന്നു പോകില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതിരിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യാൻ കഴിയും. അമേരിക്കയുടെ തീരുവ യുദ്ധത്തിന് റഷ്യയുടെ ചില ബദൽ മാർഗങ്ങൾ കൂടി വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് അങ്ങനെ വളർന്നാൽ, ആ പ്രശ്നം വളർന്നു കഴിഞ്ഞാൽ മറ്റൊരു ഒരു പുതിയ കോൾഡ് വാർ എറ സൃഷ്ടിക്കുന്നതിന് ഒരു കാരണമാവും. പക്ഷേ റഷ്യ അങ്ങനെ അമേരിക്കൻ ശത്രുവൊന്നുമല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ. എന്നിരുന്നാലും ഇവർ തമ്മിലുള്ള ഫ്രിക്ഷൻ വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. റഷ്യയുടെ ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കവേ തന്നെയാണ് പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്. അതായത് കീവിലേക്ക് നിരന്തരമായിട്ട് ഡ്രോൺ ആക്രമണം നടത്തുന്നുണ്ട് റഷ്യ. അതേപോലെ തന്നെ റഷ്യയ്ക്ക് മേൽ വലിയ തിരിച്ചടി കൊടുക്കാനായിട്ട് ഉക്രൈന് ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ യുദ്ധ നീക്കങ്ങളിൽ ഏറെ പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തി കടന്നുള്ള യുദ്ധം, അതിലേക്ക് കൂടുതൽ, അതായത് കരസേനയുടെ അതിർത്തി കടന്നിട്ടുള്ളത്, ഇതിന് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അത്രയും ഉക്രൈനാണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം റഷ്യൻ സൈന്യത്തിൻ്റെ കടന്നുവരവിനെ ചെറുക്കാനായിട്ട് വലിയ തോതിൽ മൈനുകൾ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു. ഈ പറയുന്ന അതിർത്തി മേഖലകളിലെല്ലാം തന്നെ, വലിയ ഈ ഗ്രാമങ്ങളിലെല്ലാം വലിയ തോതിൽ ഈ പറയുന്ന പോലെ മൈനുകൾ ഡെപ്പോസിറ്റ് ചെയ്തു. ഈ മൈനുകളൊക്കെ നീക്കം ചെയ്യുന്ന ജോലിയിലാണ് പ്രധാനമായിട്ടും ഇപ്പോൾ യുക്രൈൻ സൈനികർ ഒഴുകിയിരിക്കുന്നത്. കാരണം ഇത് നീക്കം ചെയ്താൽ ഇവർക്ക് കടന്നങ്ങോട്ട് പോകാൻ കഴിയുള്ളൂ, ഇല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാക്കും. കാരണം ടാങ്കുകളുടെയൊക്കെ വലിയ മുന്നേറ്റം നടത്തേണ്ടതുണ്ട്. അപ്പോൾ അമേരിക്ക നൽകുന്ന കൂടുതൽ, അതായത് യുദ്ധം അടുത്ത കാലത്തൊന്നും തീരില്ല എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ ദിവസം ട്രംപ് കൂടുതൽ ആയുധങ്ങൾ ഈ ഉക്രൈൻ നൽകാനായിട്ട് തീരുമാനമെടുത്തിരുന്നു. അത് വലിയ തോതിലുള്ള ആയുധങ്ങൾ, പോളണ്ട് വഴിയാണ് ആയുധങ്ങളെല്ലാം തന്നെ എത്തിക്കുന്നത്. അപ്പോൾ വലിയ തോതിൽ ആയുധം എത്തിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു. അത്തരത്തിൽ ആയുധങ്ങൾ കൂടി എത്തുകയാണെങ്കിൽ യുദ്ധം കുറച്ചുകൂടി വഷളാകും. ഇപ്പോൾ നേരിട്ട് കാണാനുള്ള ഒരു നിർദ്ദേശം ഇരു നേതാക്കൾക്ക് മുന്നിലുണ്ടെങ്കിലും അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പുടിൻ്റെ സ്വഭാവം നമുക്കറിയാം. പുടിൻ അത്തരത്തിലുള്ള ഒരു നീക്കത്തിനും, സെലൻസ്കിയെ ഒരു ഡ്രഗ് അഡിക്റ്റ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കത്തിനും പുടിൻ വഴങ്ങാനുള്ള സാധ്യതയില്ല. ഇവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് യൂറോപ്പിൻ്റെ ഭാവിയെ തന്നെ ഇത് ഗുരുതരമായി ബാധിച്ചേക്കാം.